എല്ലാവർക്കും നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ് 25 എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു ടോപ്പിക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ, അമിതവണ്ണം ഉള്ളവർക്ക് വേറെ വ്യായാമം ഒന്നും കൂടാണ്ട് തന്നെ എങ്ങനെ വണ്ണം കുറച്ചെടുക്കാം എന്നുള്ള ഒരു ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് ഓവറായിട്ട് വണ്ണമുള്ളവർ മറ്റ് വ്യായാമം ഒന്നും കൂടാണ്ട് ഒരു പരിധി വരെ എങ്ങനെ അവരുടെ വെയിറ്റ് കുറച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം വെയിറ്റ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറക്കാൻ പറ്റും, മറ്റു വ്യായാമങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചുള്ള ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു. 3 പോയിന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ അകത്ത് ആദ്യത്തെ പോയിന്റ് നമുക്ക് പറയാം. അപ്പോൾ ഷുഗർ കട്ടാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പോൾ ഷുഗർ കട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പലർക്കും പല രീതിയാണ്. ഇപ്പോൾ അമിതവണ്ണമുള്ളവർ എല്ലാവരും ഷുഗർ കഴിക്കുന്നില്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഒരു പരിധി വരെ അവർ ഷുഗറിൻ്റെ ഇൻടേക്ക് കൂടണോണ്ടാണ് അവർ വണ്ണം വെക്കണതിൻ്റെ ഒരു റീസൺ. അപ്പോൾ ചിലരിപ്പോൾ എനിക്ക് പരിചയമുള്ളവർ തന്നെ ഡെയിലി സ്വീറ്റ് കഴിക്കുന്നവരുണ്ട്, ബേക്കറിയിൽ നിന്നൊക്കെ ആയിട്ട്. ഇപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ ലഡു കഴിക്കും, ചിലപ്പോൾ പിറ്റേ ദിവസം ജിലേബി കഴിക്കും, അതിൻ്റെ പിറ്റേ ദിവസം പേട കഴിക്കും, ചിലപ്പോൾ വീട്ടിലിങ്ങനെ അലുവയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാവും. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ള ഫാമിലിയൊക്കെ ചിലപ്പോൾ അലുവ അങ്ങനത്തെ പലഹാരങ്ങൾ, മധുര പലഹാരങ്ങളൊക്കെ കുറേ ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ ഇവർ സ്ഥിരമായിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കും. ഈ മറ്റേ എന്താ പറയണേ, ഈ പുറത്തുനിന്നുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗർ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തുമാത്രം ഷുഗർ നമ്മുടെ ശരീരത്തിൽ കയറും നമ്മൾ ഒന്ന് നോക്കണം. എല്ലാ ദിവസവും അങ്ങനെ ഷുഗർ കഴിച്ചുകൊണ്ടിരിക്കുക. ഇതിന് പുറമെ നമ്മൾ വീട്ടിൽ 2 നേരം ചായ പിടിച്ചവരും ചിലപ്പോൾ 3-4 നേരം ചായ പിടിച്ചവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയും അത് അത്രത്തോളം നമുക്ക് ഷുഗർ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും നമ്മുടെ ശരീരത്തിൽ. അപ്പം അത് കൺട്രോൾ ചെയ്യാനാണ് ആദ്യത്തെ കാര്യം. അപ്പം അതിൻ്റെ അകത്ത് പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് ഷുഗർ കട്ട് ചെയ്യണം, നാളെ തൊട്ട് ഇനി ഒരു ഷുഗറും കഴിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ച് കഴിഞ്ഞാൽ അത് കൂടിപ്പോകുന്ന 3 ദിവസം നിൽക്കും. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും പോകാൻ പാടില്ല, നമുക്കറിയാം. അപ്പം അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇന്ന് പോയി നാളെ ചെയ്യും എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുവരും. നാളെ തൊട്ട് അതിന് ഷുഗർ കട്ടാണെന്ന് പറഞ്ഞ രീതിയിലോട്ടൊന്നും കാര്യങ്ങൾ കൊണ്ടുവരുത്. അതൊക്കെ വെറുതെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്ഥിരം ഷുഗർ അല്ലെങ്കിൽ ഷുഗറിനോട് ഭയങ്കര അഡിക്ഷൻ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ഞാൻ ഷുഗർ കഴിച്ചുകൊണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് എനിക്ക് നിർത്താൻ പറ്റില്ല എന്നുള്ള രീതിയാണെങ്കിൽ, നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഡെയിലി ഇങ്ങനെ ഷുഗർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഷുഗർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ഒന്നിടവിട്ടാക്കുക. ഇപ്പോൾ ആഴ്ചയിൽ 7 ദിവസം കഴിക്കുന്ന ആളാണെങ്കിൽ ഒന്നിടവിട്ടാക്കുമ്പോൾ തന്നെ ഒരു 3 അല്ലെങ്കിൽ 4 തവണത്തേക്ക് അത് മാറും ഒരാഴ്ച കൊണ്ട്. അപ്പോൾ എത്രത്തോളം ഷുഗർ നമ്മുടെ മരുന്ന് കുറയണ്ടെന്ന് അറിയാം. ചില 2 സ്പൂൺ മധുരമിട്ട് കഴിക്കുന്നവരൊക്കെ ആയിരിക്കും ചായയിൽ. അപ്പോൾ അതുപോലെ തന്നെ അതിൽ നിന്ന് ആ 2 സ്പൂണിൽ നിന്ന് മാറ്റി 1 സ്പൂൺ ആക്കുക, 2 സ്പൂൺ മാറ്റി 1 സ്പൂൺ ആക്കുക. അപ്പോൾ അത്രയും ഷുഗർ പിന്നെ കട്ടാവണം. നമ്മുടെ ഒറ്റയടിക്ക് നമ്മൾ 2 സ്പൂണൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. മീൻസ് അത്രത്തോളം നമ്മുടെ ശരീരത്തിന് നമുക്കത് പറ്റൂല, നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്ത് കളയാം. അപ്പോൾ ഒരാഴ്ച എങ്ങനെ നോക്കുക, 2 സ്പൂൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 സ്പൂൺ ആക്കുക. അതുപോലെ തന്നെ സ്ഥിരം മധുരം കഴിക്കുന്ന ആൾ ഒന്നിടവിട്ടാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് വീക്ക് ആവില്ലേ, 2ാമത്തെ ആഴ്ച ആകുമ്പോൾ നമ്മൾ 2 ദിവസത്തെ ഗ്യാപ്പ് ആക്കുക. ഈ പറഞ്ഞ ബേക്കറി ഐറ്റംസ് ഒരു ദിവസം ഒഴിവാക്കിയാണ് പകരം 2 ദിവസം. ഇപ്പോൾ തിങ്കളാഴ്ച നമ്മൾ ബേക്കറി എന്തെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റ് നമ്മൾ എന്തെങ്കിലും കഴിച്ചെങ്കിൽ പിന്നെ ചൊവ്വയും ബുധനും കഴിക്കരുത്, പിന്നെ നമ്മൾ വ്യാഴാഴ്ച കഴിക്കാവുള്ളൂ. പിന്നെ വെള്ളിയും ശനിയും കഴിക്കരുത്, ഞായറാഴ്ച കഴിക്കാവുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എല്ലാ ദിവസം കഴിക്കുന്നതിന് പകരം ഒരു 2-3 ദിവസത്തേക്ക് നമ്മൾ ഒതുങ്ങും. 1 മാസം കൊണ്ട് തന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് തന്നെ നമ്മൾ ബേക്കറി ഐറ്റംസും അനാവശ്യമായിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗർ ഇൻടേക്ക് നമ്മൾ നിർത്തും, നമ്മൾ കഴിക്കൽ നിന്നോളും പയ്യ. പിന്നെ അതുപോലെ തന്നെ ഷുഗർ നമ്മൾ കഴിക്കാൻ മധുരം, ഈ ചായയിലൊക്കെ ഇടുന്ന മധുരം അതും അതുപോലെ തന്നെ പയ്യെ കുറച്ചുകൊണ്ട് 2 സ്പൂണിൽ നിന്ന് 1 സ്പൂൺ ആക്കുക, പയ്യെ 1/2 സ്പൂണിലോട്ട് ആക്കുക. പിന്നെ ഒരു കുറച്ചെങ്കിലും സ്വീറ്റ് ഉപയോഗിക്കുന്ന അത്ര ഇതുള്ളവരാണെങ്കിൽ ഒരു 1/4 സ്പൂണോ അല്ലെങ്കിൽ 1/2 സ്പൂണോ നമുക്ക് ചായയിലിട്ട് കുടിക്കാം. അപ്പോൾ അത്രത്തോളം. പക്ഷേ എല്ലാ ദിവസവും സ്വീറ്റ് കഴിച്ചുകൊണ്ടെന്ന് വെച്ചാൽ ആളെ സംബന്ധിച്ച് ഒരു 1/4 സ്പൂണിലോട്ടൊക്കെ ഒരു ചായ ഒതുക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും തന്നെ നല്ലൊരു മാറ്റം അപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം. പിന്നെ ഈ പറഞ്ഞിട്ട് ഷുഗർ ക്രേവിങ്സ് ഉള്ളവർ, അതായത് ഭയങ്കര ഷുഗർ ക്രേവിങ്സ്, എനിക്ക് ഷുഗർ മധുരമില്ലാണ്ട് പറ്റൂല എന്നുള്ള ചിന്ത ഉള്ളവർ ഓൾട്ടർനേറ്റീവ്സ് കണ്ടുവെക്കുക അതിൻ്റെ. അതായത് ഇപ്പോൾ നമ്മൾ എത്ര ഷുഗർ കഴിച്ചുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കും. അപ്പോൾ ബേക്കറി ഐറ്റംസിന് പകരം നമുക്ക് പകരം ഉപയോഗിക്കാവുന്ന കുറേ ഫ്രൂട്ട്സുകളുണ്ട്. ഇപ്പോൾ കട്ട് ഫ്രൂട്ട്സ്, നമ്മുടെ എന്താ പറയുക പപ്പായ, അതൊക്കെ നല്ല മധുരമുള്ള ഫ്രൂട്ട്സുകളാണ്. പപ്പായ, പൈനാപ്പിള്, പിന്നെ അതുപോലെ തന്നെ ബെറീസൊക്കെ ഉണ്ട്, മറ്റേ
ബ്ലാക്ക്ബെറി, ബ്ലൂബെറി, ഇതൊക്കെ ചെറിയ ചെറിയ ഇത്ര ഉള്ളൂ സാധനം. ബ്ലാക്ക്ബെറി, ബ്ലൂബെറി ഒക്കെ പക്ഷെ നല്ല സ്വീറ്റ് ആണ്, അതൊക്കെ നല്ല മധുരം തരും. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, അതൊക്കെ മധുരമുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓൾട്ടർനേറ്റീവ്സ് ആണ്, ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡേറ്റ്സ് ഒക്കെ ഭയങ്കര ബെസ്റ്റാണ്. ഡേറ്റ്സ് നമ്മുടെ വെയിറ്റ് ലോസ് മാനേജ്മെൻറ്റിനൊക്കെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ഡേറ്റ്സ് ഒക്കെ. അപ്പോൾ അങ്ങനെ ഡേറ്റ്സ് ഉൾപ്പെടുത്തുക. പിന്നെ നട്ട്സ് ഒക്കെ ഉപയോഗിക്കാം നമുക്ക് അതിന് പകരമായിട്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ തന്നെ കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു രീതിയിൽ നമ്മുടെ വണ്ണത്തിന് ഒരു മാറ്റം വരുത്താൻ പറ്റും. കാരണം നമ്മൾ ഷുഗർ പൂർണ്ണമായിട്ട് കട്ട് ചെയ്യാൻ പ്രോസസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് നമ്മുടെ ഷുഗർ ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഈ സാധനങ്ങളും കൂടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഞാൻ കഴിഞ്ഞു ഇവിടെ. ഞാൻ പറഞ്ഞ് എന്താണ് ഷുഗർ, എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നും അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് എന്തൊക്കെ പറ്റുമെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് അത് ഓയിൽ കട്ടാണ്. ഓയിൽ കട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അമിതമായിട്ട് നമ്മൾ ഓയിൽ കൺസ്യൂം ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിക്കുന്ന സാധനം, പുറത്തുനിന്നായാലും ബേക്കറി ഐറ്റംസ് ഒക്കെ നമ്മൾ നല്ല ഓയിലി ഫുഡ്സാണ് കഴിച്ചുകൊണ്ടിരിക്കുകയെങ്കിൽ അത് കുറയ്ക്കാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ മലയാളികളായതുകൊണ്ട് സമൂസ വൈകുന്നേരമൊക്കെ നമ്മൾ കഴിക്കാൻ സാധനങ്ങൾ ഇതൊക്കെയാണ്. സമൂസ വൈകുന്നേരം കഴിക്കും. നമ്മൾ അതുപോലെ തന്നെ രാവിലെ ഒരു ഇടനേരം കഴിക്കുന്നവരൊക്കെ ഉണ്ട് മിക്കവരും. 10-11 മണിയാകുമ്പോൾ ഒരെണ്ണം കഴിക്കും, ഒരു ചായയും ഒരു സമൂസ അല്ലെങ്കിൽ ഒരു ഓയിൽ ഫ്രൈ ചെയ്ത സാധനം എന്തെങ്കിലും കഴിക്കും. അതുപോലെ തന്നെ വൈകുന്നേരവും കഴിക്കും ഒരു 4 മണിയൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കഴിക്കുന്നത് സമൂസ, പഴംപൊരി, ഉള്ളിവട, പരിപ്പ് വട, ഇങ്ങനത്തെ ഫ്രൈ ചെയ്ത ഐറ്റംസ് ആയിരിക്കും. അത് എസ്പെഷ്യലി പുറത്തുനിന്ന് എത്രമാത്രം ഓയിൽ കണ്ടന്റ് അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഉപയോഗിച്ച ഓയിൽ തന്നെയാണ് വീണ്ടും 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 ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത്രയും കൊഴുപ്പാണ് അതിൻ്റെ അകത്ത് നമുക്കുള്ളത്. നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അത്രത്തോളം ഫാറ്റ് നമ്മൾ എന്തായാലും വെച്ചിരിക്കും. അപ്പം ഈ വക സാധനങ്ങളൊക്കെ അവിടെ നിർത്തലാക്കുക. ഏറ്റവും ബെസ്റ്റ് പരിപാടി അത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഓയിൽ ഫ്രൈ ചെയ്ത സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാൻ ആദ്യം തന്നെ കട്ട് ചെയ്യുക. സെക്കൻഡ് നമുക്ക് പതുക്കെ പതുക്കെ വീട്ടിലും കട്ട് ചെയ്ത് തുടങ്ങാം. ഇപ്പം ചിലവർ ഡെയിലി പപ്പടം, ഡെയിലി മറ്റേ എന്താ പറയുക ഫ്രൈ ചെയ്ത മീൻ അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത ഇറച്ചി, അങ്ങനെയുള്ള ഡെയിലി ഫ്രൈ ചെയ്ത സാധനങ്ങൾ കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ വീട്ടിലുള്ളത് ആദ്യം അവിടെ നിൽക്കട്ടെ. ആദ്യം പുറത്തുനിന്നുള്ള ഭക്ഷണം നിർത്തുക, അതൊട്ടും ഹെൽത്തി അല്ല. അപ്പം അതിന് പകരം നമുക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം പുറത്തുനിന്ന് കഴിക്കുന്നതിന് പകരം. അപ്പോൾ ഈ ഡീപ്പ് ഫ്രൈ ചെയ്ത ഐറ്റംസിന് പകരം നമുക്ക് ആവിയിൽ പുഴുങ്ങിയതും അതുപോലെ തന്നെ എന്താ പറയുക ഫ്രൈ ചെയ്യാത്ത, അതായത് ഓയിൽ കണ്ടന്റ് ഇല്ലാത്ത ഫുഡുകൾ നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് തിരഞ്ഞെടുക്കുക. ഇപ്പം കൊഴുക്കട്ട, ഇലയട, മുട്ട പുഴുങ്ങിയത്, ഇതൊക്കെ നമുക്ക് ഇതിനൊക്കെ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മുട്ട പുഴുങ്ങിയതാണെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റും കൂടുതലുണ്ട്. ഒരു 6 ഗ്രാം പ്രോട്ടീൻ സിമ്പിളായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് കയറും ഒരു മുട്ട പുഴുങ്ങിയത്. പിന്നെ ഒന്നും പറ്റിയില്ല നമുക്ക് ഏത്തപ്പഴം അല്ലെങ്കിൽ മറ്റു പഴവർഗ്ഗങ്ങൾ, ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ ഡീപ്പ് ഫ്രൈ ചെയ്ത ഐറ്റംസിന് പകരമായിട്ട്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് കഴിക്കുന്നതായാലും ഡീപ്പ് ഫ്രൈ ഐറ്റംസ് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഓയിലിൻ്റെ കണ്ടന്റ് കുറക്കുക. ഇപ്പം എന്താ പറയുക, ഒരു എയർ ഫ്രയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം ഓയിൽ കുറക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ പൊരിച്ചതിന് വരെ വെച്ച് കഴിക്കാം. മത്സ്യമായാലും മാംസമായാലും എല്ലാം വെച്ച് കഴിക്കാൻ നമുക്കൊരു ഓൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിക്കാം. ഓയിൽ കുറഞ്ഞുള്ള പാത്രങ്ങളുണ്ടല്ലോ, അപ്പം നോൺ സ്റ്റിക്ക് ഫ്രൈ പാനൊക്കെ ഇല്ലേ, നോൺ സ്റ്റിക്ക് ഫ്രൈ പാനിലൊക്കെ അധികം എണ്ണ ഉപയോഗിക്കില്ല. അത് ഹെൽത്തിന് എത്ര നല്ലതാണെന്നൊന്നും ഞാൻ പറയില്ല, സജസ്റ്റ് ചെയ്യില്ല ഒരിക്കലും. പക്ഷേ എണ്ണയുടെ കണ്ടന്റ് നമുക്ക് കുറക്കാൻ പറ്റുമോ, ഇതിന് കുറച്ച് ഓയിൽ മതി കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ പുറത്തുനിന്ന് കഴിക്കാനും നമുക്കൊരു ഓൾട്ടർനേറ്റീവായിട്ട് ഞാൻ പറഞ്ഞ ഇന്ന ഫുഡ്സ് കഴിക്കാൻ പകരം, അതുപോലെ തന്നെ വീട്ടിലായാലും ഞാൻ പറഞ്ഞ് ഒന്നില്ലെങ്കിൽ നമുക്ക് എയർ ഫ്രയർ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് നോൺ സ്റ്റിക്ക് ഫ്രൈ പാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാണ്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളോട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലൊരു രീതിയിൽ നമുക്ക് ഓയിലിൻ്റെ കണ്ടന്റ് നമുക്ക് കുറക്കാൻ പറ്റും. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് 2 പോയിൻ്റായിട്ട് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അമിതമായിട്ട് കഴിക്കുന്ന ഈ കൊഴുപ്പും അതുപോലെ തന്നെ ഷുഗർ ആയാലും നമ്മുടെ ബോഡി ഇതിനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ബോഡി ഇത് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുള്ളൂ. എക്സ്ട്രാ വന്ന സാധനങ്ങൾ പിന്നീട് യൂസ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് എടുത്തു വെക്കും. ഈ എടുത്തു വെക്കണതാണ് പിന്നീട് നമുക്ക് കൊഴുപ്പായിട്ട് ശരീരത്തിൽ അടിഞ്ഞു കൂടുകയും അത് വണ്ണമായി മാറുകയും ചെയ്യുന്നത്. അപ്പം എടുത്തു വെക്കാണ്ടിരിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കഴിക്കൽ കുറക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു രീതിയിലോട്ട് വ്യായാമത്തിലോട്ട് നമ്മുടെ ശരീരത്തിനെ കൊണ്ടുപോവുക. അപ്പോൾ വ്യായാമം നമ്മൾ ചെയ്യുന്തോറും നമ്മുടെ ഈ സ്റ്റോർ ചെയ്ത് വെച്ചാണ് ഫാറ്റും കാലോറീസും നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ അത് ബേൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഫിസിക്കൽ മൂവ്മെൻറ്റ് വരുന്നതോടുകൂടി നമ്മുടെ വണ്ണം കുറയും. അപ്പോൾ ഈ അതിൻ്റെ അകത്തൊരു എന്താ പറയുക, ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിലേക്ക് എന്താ പറയുക ഒരു 5 കിലോ പൊടിയാണ് ഇപ്പോൾ നമ്മൾ വീട്ടിലോട്ട് ഒരു മാസത്തേക്ക് എടുക്കുമെന്ന് വെച്ചാൽ
അപ്പോൾ അവരൊരു 10 കിലോ അല്ലെങ്കിൽ 15 കിലോ പൊടി മേടിച്ചെന്ന് വെച്ചു, അല്ലെങ്കിൽ ഒരു 5 കിലോ ഉണ്ട് ഒരു നമ്മൾ സ്ഥിരം യൂസ് ചെയ്യണ ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കും. ബാക്കി 10 കിലോ ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത മാസം വല്ല ഉപയോഗിക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് ഒരു ബക്കറ്റിലോട്ട് എടുത്ത് വെക്കും. എന്ത് ചെയ്യും? ഈ 5 കിലോ നമ്മ യൂസ് ചെയ്ത് തീർക്കും, ആ 10 കിലോ നമ്മ തൊടൂല. സത്യം പറഞ്ഞാൽ ഈ തൊടാത്ത 10 കിലോ അവിടെ ഇരുന്ന് കേടായി പോകുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ കൊഴുപ്പും. നമ്മൾ ഉപയോഗിക്കാണ്ട് മാറ്റി വെക്കണതാണ് നമുക്ക് ദൂഷ്യമായിട്ട് മാറണത്. അത് നമുക്ക് വേറെ യൂസ് ഇല്ല, അത് നമ്മുടെ ശരീരത്തിൽ വെച്ച് 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 നമ്മൾ വണ്ണം വെച്ചുകൊണ്ടിരിക്കും. അതാണ്. അപ്പം എപ്പോഴും ഭക്ഷണ നിയന്ത്രണം കൊണ്ടുവരിക, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള കൊഴുപ്പ് ശരീരത്തിലോട്ട് കയറ്റാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പോയിന്റ് കൺസിസ്റ്റൻസി, സ്ഥിരത. ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്ത് കാര്യത്തിനായാലും നമുക്ക് വേണ്ടത് സ്ഥിരതയാണ്. നമ്മൾ ഇന്ന് തുടങ്ങിയിട്ട് ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്കോ ആയിരിക്കരുത് ഇത് ഫോളോ ചെയ്യേണ്ടത്. നമുക്കൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് നാൾ നിരന്തരം ഇത് ഫോളോ ചെയ്യണം. കാരണം വർക്കൗട്ടുകളൊന്നും നമ്മൾ ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അതുകൊണ്ട് അമിതവണ്ണമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയാം. വർക്കൗട്ടുകളൊന്നും ചെയ്യാൻ സമയമില്ലാത്തവരാണെങ്കിൽ ഇതെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് ഫോളോ ചെയ്യാൻ പറ്റണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓയിലിൻ്റെ കണ്ടൻറ്റും അതുപോലെ തന്നെ ഷുഗർ കണ്ടൻറ്റും ഉള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കി നമ്മൾ ഒരു സ്ഥിരതയോടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പരിധി വരെ നമ്മുടെ വണ്ണം നിയന്ത്രിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്കൊരു എന്താ പറഞ്ഞ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മാറ്റി വെക്കാൻ നമുക്ക് സമയം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ കുറേ ഹോം വർക്കൗട്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എടുത്ത് ചെയ്യാവുന്നുള്ളൂ. ഫോളോ എല്ലാം വർക്കൗട്ടാണെല്ലാം. നിങ്ങൾക്ക് അത് കണ്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള വർക്കൗട്ടും ഉണ്ട്, ഹിറ്റ് വർക്കൗട്ടും ഉണ്ട്. അങ്ങനത്തെ എല്ലാ വർക്കൗട്ടും നമ്മൾ ചെയ്തിടുന്നുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അത് കയറി നോക്കുക, സമയം കിട്ടുന്ന രീതിയിൽ അത് ചെയ്തു നോക്കുക. നമ്മുടെ ശരീരം നോക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. വേറെ ആർക്കും അതിന് പകരം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല. അപ്പോൾ എന്താ പറഞ്ഞേ, അസുഖം വന്നിട്ട് കുറേ പൈസ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേക്കാളും വളരെ നല്ലതാണ് അത് വരാണ്ട് സൂക്ഷിച്ച് നമ്മൾ ജീവിക്കുന്നത്. അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് നമ്മുടെ ഹെൽത്ത് നമ്മുടേത് മാത്രമാണെന്നുള്ള ചിന്തയിൽ മുമ്പോട്ട് പോവുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ്.